ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങിക്കോ. അതെ, ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങാം. ശരിയാണ്. ദൈവത്തെ മാത്രം വിചാരിച്ചാ പോരാ, സെൽഫ് കൺട്രോൾ പോകാതെ നോക്കണം. സെൽഫ് കൺട്രോളോ? ഇത് നോക്കിയേ, ഇവിടെ മൊത്തം ഒരു വിമൻസ് കോളേജ് എഫക്റ്റ് അല്ലേ? ഓ, നിന്റെ ഒരു കാര്യം. എടാ, നമ്മൾ ഇവിടെ എന്തെങ്കിലും ഒക്കെ കാട്ടിക്കൂട്ടിയാലേ ഈപ്പച്ച മുതലാളിക്ക് നമ്മളോടൊരു സിമ്പതി വരൂ. എന്ന് വെച്ചാ നമ്മൾ മിടുക്കന്മാരാണെന്ന് തെളിയിച്ച് എങ്ങനെയെങ്കിലും ഈ ഓഫീസിന്റെ മെയിൻ പാർട്ടീസായി മാറണം. അപ്പൊ മുതലാളി നമ്മളോട് കൂടുതൽ എടുക്കും. മുതലാളി, 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 എന്റെ കാര്യം എന്തായാലും ഒന്ന് തീർത്തു തരണം. നിന്റെ കാര്യം ഞാൻ തീർത്തു തരാം. മുതലാളി അവിടെ മോനെ വേണ്ട, ഞാനാ പറയുന്നത്. എനിക്ക് നിങ്ങൾ മാത്രം അങ്ങനെ ജോലി ചെയ്ത് സുഖിച്ച് ജീവിക്കണ്ട. എനിക്കും ജോലി വേണം, എനിക്കും ജീവിക്കണം. മോനെ ബഹളം വേണ്ട, ഞാനല്ലേടാ പറയുന്നേ. അടുക്കരുത്, അടുക്കരുതാ പറഞ്ഞേ. മുതലാളി, മുതലാളി, മുതലാളി എന്നോട് ക്ഷമിക്കണം. ഞാൻ മനഃപൂർവ്വമല്ല, ഞാൻ അവനെ എറിഞ്ഞതാ. എറിഞ്ഞു പൊട്ടിക്കാൻ എന്റെ കമ്പനി പ്രോപ്പർട്ടി നിനക്ക് കിട്ടിയുള്ളോ? നിന്നോട് പറഞ്ഞിട്ടില്ലേ ഈ പരിസരത്ത് കാലുകുത്തരുതെന്ന്? ഓടാ മുതലാളി, എന്റെ ജോലിക്കാര്യം നോക്കി നിൽക്കാതെ പിടിക്കടാ. എന്നെ അല്ലടാ, ഈ കൊരകനെ പിടിച്ച് പുറത്താക്ക്. ഇവനെ പിടിച്ച് പുറത്താക്കണം. ഈ വെള്ള കൊരകനെ പുറത്താക്കും. കരിങ്കാലികളെ നോക്കിക്കോ. ഇവിടുന്ന് ഇറങ്ങിയാൽ നിങ്ങൾ നേരെ വീട്ടിലേക്കല്ലേ പറഞ്ഞത്. കാണിച്ചു തരാണ് ഞാൻ. ചാട്ടിയന്മാര്. അവൻ ഇനി ഇവിടെ ജോലി എന്നും പറഞ്ഞു വന്നാ ആദ്യം പോകുന്ന നമ്മുടെ ജോലിയായിരിക്കും. മനസ്സിലായടാ നിന്റെ ഒക്കെ മനസ്സിലിരിപ്പ്? ഇപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലായി. അതെ, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാ മുതലാളി നിന്നെ പിടിച്ച് പുറത്താക്കി. അതേടാ, എന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ സമ്മതിച്ചു. പക്ഷെ അയാൾ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, അത് മരിച്ചാൽ എന്റെ മനസ്സിന് പോലെടാ. ഏത് വാക്ക്? എന്താടാ നോക്കി നിൽക്കുന്നേ? പിടിച്ച് പുറത്താക്കടാ ഈ കൊരങ്ങനെ. ഇല്ല, നിങ്ങൾ രണ്ടുപേരെയും ഞാൻ പിടിച്ച് പുറത്താക്കും എന്നൊക്കെ അയാൾ പറഞ്ഞപ്പോ നീയൊക്കെ കൂടി നോക്കിയിരുന്നില്ലടാ. അതൊക്കെ ശരി മോനായി, പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. എങ്ങനെയെങ്കിലും മുതലാളിയെ സോപ്പിട്ട് നിന്റെ ജോലിക്കാര്യം ശരിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഉറപ്പാണോ? ഉറപ്പാ. എന്നാൽ എത്രയും പെട്ടെന്ന് ജോലി ശരിയായിക്കൊള്ളണം. ഇല്ലെങ്കിണ്ടല്ലോ അവിടെ കയറുന്ന മൊത്തം കുളം തോന്നി. എന്തിനാ അങ്ങനെ? നിങ്ങൾ മാത്രം ജോലി ചെയ്ത് സുഖിച്ചാ പോരല്ലോ. ഒന്നില്ലെങ്കിൽ നമ്മൾ 3 പേര് അകത്ത്, അതല്ലെങ്കിൽ 3 പേരും പുറത്ത്. മോനെ, എന്താടാ ഇത്? ആരാടാ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ട്? ആരാടത്? ആരാടാ നീ? ഞാൻ നിങ്ങളെ പോലെ ഒരാണാ. എടാ ദാസ, ആരാടാ ഇവൻ? വാലിത്തിരി കൂടുതലാണല്ലോ. വാലിത്തിരി കൂടുതലാണെന്ന് കുട്ടപ്പള്ളിയും പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ കണ്ടുവരുന്ന സാധനം എന്തിനാ? അതെടുത്ത് പുറത്തിട്ട്. ഞങ്ങളുടെ വീട്? ആ, ഞങ്ങളുടെ വീട്. ഇവനൊരു എല്ല് കൂടുതലാണല്ലോ. ആരാടാ നീ? എടുത്തകത്ത് ഇറതൊക്കെ ഓഹോ, അപ്പൊ ഇങ്ങനെ ഒരു സാധനം അകത്തുണ്ടായിരുന്നല്ലേ? ഞാൻ ആരാന്നോ? പട്ടാപ്പകല് 18-കാരിയെ വെട്ടിക്കൊന്ന് ജയിലിൽ പോയി പരോളിനടങ്ങിയ ഒരു പാവം കൊലയാളി. ജാതക പ്രകാരം ഇനിയും ഒരു കൊലപാതകം കൂടി ബാക്കിയുണ്ട്. എന്താ? ഓഹോ, എന്നാ ഇയാള് എത്രയും പെട്ടെന്ന് ആരെങ്കിലും കൂടെ കൊന്നിട്ട് ജയിലിൽ പോയി കിടന്നേ. ബാക്കിയുള്ളവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാലോ. എന്താ എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? 3 ബാച്ചിലേഴ്സ് മാത്രം താമസിക്കുന്ന ഈ വീട്ടിൽ കയറി നിങ്ങൾ താമസിച്ച നാട്ടുകാർ ഞങ്ങളെ പറ്റി എന്ത് വിചാരിക്കും? ഞങ്ങളെ പറ്റി നിങ്ങളെന്ത് വിചാരിക്കും? നിങ്ങളെ പറ്റി നിങ്ങൾ എന്ത് വിചാരിക്കും? പെട്ടിയും കിടക്കും കെട്ടിപ്പറക്കി പെട്ടെന്ന് ഇവിടെ ഇറങ്ങിക്കോണം. ഇല്ലെങ്കിൽ ഓഹോ, അത് താനാണോ തീരുമാനിക്കുന്നേ? എന്നാൽ ഇപ്പൊ ഇറങ്ങാൻ സൗകര്യമില്ല. താൻ എന്തോ ചെയ്യും? എന്താ നോക്കുന്നേ? നിങ്ങളുടെ വീട് ഞങ്ങള് കയ്യേറിയെന്ന് പറഞ്ഞ് ചെന്ന് കേസ് കൊടുക്ക്. എന്താ മോളി ഇത്? പോകാൻ പറയാമേ. ഇവരൊന്നും ഒരു മണ്ണാങ്കട്ടി ചെയ്യില്ലെന്നേ. ഉണ്ണിദാസ, ഇനി ഇവരോട് സംസാരിച്ചു എന്നിട്ട് യാതൊരു കാര്യമില്ല. നിക്കേ,
കുട്ടമ്പള ചേട്ടാ ആരാ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ട്? ഓ ഇതാണോ? അത് തന്നെ. താഴെ ഞാൻ അവർക്ക് വാടക കൊടുത്തിരിക്കാം. നിങ്ങൾ മുകളിലേക്ക് പോയി. പിള്ളച്ചേട്ടാ എന്ത് തോന്നിയാ ഇത്? തോന്നിയാസോ? ഞാൻ എന്റെ വീട് ആർക്ക് വേണമെങ്കിലും വാടക കൊടുക്കും. നീയൊക്കെ ആരാ ചോദിക്കാൻ? വെറുതെ അല്ലല്ലോ, മാസാമാസം ഞങ്ങൾ വാടക തരുന്നില്ലേ? പിന്നെ വാടകയുടെ പ്രശ്നമാണെങ്കിൽ വിഷമിക്കാനൊന്നും. എന്താ വാടക വേണ്ടേ? വാടക വേണം, പക്ഷെ അതിന് നേർപ്പകുതി വാടക മേലിലുള്ളൂ. നിങ്ങൾ മുകളിലേക്ക് പോയിക്കോ. പിള്ളച്ചേട്ടാ ഒന്നും പറയണ്ട, നിങ്ങൾ ചെല്ലേ. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ ഉള്ള ഒത്തുകളിയായിരുന്നല്ലേ? എടാ ദാസ മോനെ വാടാ, നമുക്ക് അവരെ പിടിച്ച് പുറത്താക്കാം. പിള്ളച്ചേട്ടൻ എന്തെങ്കിലും ചെയ്യും ഞങ്ങൾ കാണട്ടെ. മോനെ ഉണ്ണി നിക്കേ. കയ്യൊന്നൂറും എന്നോട് ഇവരോട് ചൂടായിട്ടൊരു കാര്യമില്ല. ഇവരെ കൊണ്ടുവന്നത് അച്ഛനാ. അച്ഛനോ? ഏതച്ഛൻ? ബുള്ളറ്റ് അച്ഛൻ.